അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ സ്കാം അക്യൂസേഷനെ കുറിച്ചിട്ടാണ്. ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഹിസ് ഓട്ടോ സ്പാ ബിസിനസ് ഇൻ UK. ഇത് ഏതായാലും വെറുതെ വിടാൻ പറ്റില്ല. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. എന്റേതായിട്ടുള്ള ബ്രാൻഡായിട്ടൊരു കമ്പനിയായിട്ട് ഞാൻ കൊച്ചിയിൽ കൊണ്ടിട്ട് ഇതിന്റെ പേര് ഓട്ടോസ്പാന്ന. അതൊരു കാർ ഡീറ്റെയിലിംഗ്. എന്തോ ഒരു കോനിഷ്ടുണ്ടല്ലോ. അയ്യോ കുഞ്ഞെ, ഇത് വെറും വേഷമാ, തട്ടിപ്പാ. ഞാൻ അൻവിൻ. ഞാൻ ഇവിടെ വന്നതേ ഞങ്ങൾ തമ്മിൽ ഒരു ബിസിനസ് പ്ലാൻ സംസാരിക്കാനാണ്. ബിസിനസ് നടത്തി പൊളിയാനോ? ഇതിനു മുമ്പ് ഒരു വീഡിയോക്കകത്ത് തന്നെ നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ട്. മറ്റേ റിട്ടയർഡ് ലൈഫ് ആണെന്നൊക്കെ പറഞ്ഞ അത് ഭയങ്കര മറ്റേ റീലൊക്കെ ആയിട്ട് വെട്ടിട്ടേക്കുന്ന സാധനമാണ് കേട്ടോ. ഇതൊന്നും അറിഞ്ഞില്ലേ? സോ 11 മാസത്തിൽ ഒരു വൃദ്ധസദനം നടത്തിയിട്ട് മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ ആകാൻ പറ്റുമെന്നാണോ നിങ്ങൾ എല്ലാവരും പറയുന്നത്? ഓരോരോ തട്ടിപ്പുകളെ എനിക്കും ശരിയാവില്ല. ആവൂല്ലെന്ന് മാത്രമല്ല, പലതും വെളിയിലാവും. And the trading platforms that he's going to launch in India. So, അതിനകത്തൊന്നും പോയി പെടാതിരിക്കുക. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ. നീ എന്നെ തെറ്റിദ്ധരിച്ചത് എനിക്ക് സങ്കടമുണ്ട്. എനിക്ക് ദാരിദ്ര്യം വന്നാൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ എങ്ങനെ എന്നെ ചെയ്യും. ചെയ്ത ഒരു ബിസിനസ് ഫെയിൽ ആയിട്ടില്ല, ഇതുവരെ ഫെയിൽ ആയിട്ടില്ല, ഇതും ഫെയിൽ ആവില്ല. അപ്പൊ അൻവിൻ ബ്രോഡ് ആ ഒരു ജേണി അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഈ സക്സസ്ഫുൾ ആയിട്ട് കാണുന്നതിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് വരെ എത്ര വർഷമൊക്കെ എടുത്തു? ഇത് ഞാനൊരു ഒരു നിനക്കെന്താ പറ്റിയത്? ഇത് മാത്രമല്ലെന്ന് എനിക്കറിയാം. കുറെ ബിസിനസ് ചെയ്തോണ്ടായിരിക്കും. എന്നാലും ഒരു ആവറേജ് എത്ര ബിസിനസ് ഇപ്പൊ ഈ തലയിൽ കൂടെ ഓടുന്നുണ്ടായിരിക്കും? ഈ കൊച്ചു തലയിൽ കൂടെ. നിനക്കെന്തൊരു ബുദ്ധിയാടാ കീടമേ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് വരുന്നുണ്ട് കൈസ് ഉടനെ. അത്രയും വേണോ? ഞങ്ങളതൊരു പറഞ്ഞില്ലേ, ഞാനാണെങ്കിൽ ഇത് ആദ്യം ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് വിചാരിച്ച്, സത്യം ലിറ്ററലി ഞാൻ പറഞ്ഞ ഒറ്റയ്ക്ക് ചെയ്യണം. എനിക്ക് പാർട്ട്ണർഷിപ്പ് ഒക്കെ പേടിയാ, ആൾക്കാരെ എങ്ങനെ ഇതാക്കണം എന്നുള്ളൊരു സാധനം പേടി ഉണ്ടായിരുന്നു. പക്ഷെ നീ കള്ളന് കഞ്ഞി വെച്ചവനാണ്. അവിടെ ഒരുപാട് സ്കാമും കാര്യങ്ങളും ഇതുപോലെ നടക്കുന്നുണ്ട്. കുറെ പേര് റിവീൽ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ നടക്കും, നമ്മളെ മൈൻഡ് ചെയ്യണ്ട. ബ്രോ കറന്റ്ലി ഇപ്പൊ എന്നാലും എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടോണ്ട് വിരലിൽ എണ്ണാൻ പറ്റാത്ത, എന്നാലും ഒരു എക്സാക്ട് കൗണ്ട് വിരലിടാനൊക്കെ പറ്റി 21 വണ്ടി. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ ഇപ്പൊ 21 വണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, കാരണം നാളെ വിറ്റ് കളയും. നാളെ വിറ്റ് കളയുമ്പോ പറയും പുള്ളി തള്ളിതാ, പുള്ളിയുടെ വണ്ടി അല്ലെന്ന് പറയത്തില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോ നമ്മള് ഇതൊക്കെ വിറ്റ് കളയും. അത് സംശയമില്ലാത്ത കാര്യം. എന്താ അല്ല, ഇവര് പറഞ്ഞ സ്ഥിതിക്ക് അക്കാര്യത്തെ പറ്റി സംശയിക്കേ വേണ്ടത്. എന്ത് പറഞ്ഞാലും ഉണ്ടായിരിക്കുക. ഡസന്റ് മാറ്റർ. നമ്മളെ എന്തും പറയാം, നമ്മളെ കള്ളനെന്നോ കൊള്ളക്കാരനെന്നോ. ഞാൻ മണി ലോണ്ടറിങ്ങിന് കിങ് ആട്ടോ തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ബ്ലാക്ക് മണിയുടെ കിങ് അല്ല. അപ്പൊ പുരിയില്ല, ഇപ്പൊ പുരിയത്. എത്ര ബിസിനസ് ചെയ്ത് പാളിയിട്ടില്ല. ചെയ്തൊക്കെ സക്സസ്. ചെയ്തല്ല സക്സസ്. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. അതുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ്, ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.